ഗൈസ് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് പോണ്ടിച്ചേരിയിലേക്ക് ഒരു ട്രിപ്പ് വന്നിരിക്കുകയാണ്. നമ്മളൊരു 3 ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ സെക്കൻഡ് ഡേ ആണ് ഇന്ന്. ഈ ദിവസം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഒക്കെ ഉള്ള ഒരു ദിവസമാണ്. കാരണം ഞാനൊരു 10th 12th സ്റ്റാൻഡേർഡ് ഒക്കെ മുതലേ കേൾക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഓറോവില്ല എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അപ്പം അതെന്താണെന്നും ആ ഒരു സ്ഥലത്തേക്ക് പോകാനൊക്കെ എനിക്ക് പണ്ട് മുതലേ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് വരാൻ പറ്റിയത്. നമ്മൾ ഈ പൊക്കോണ്ടിരിക്കുന്നത് മാത്രി മന്ദിറിലേക്കുള്ള വ്യൂ പോയിന്റിലേക്കാണ്. മാത്രി മന്ദിറിൽ നമുക്ക് കയറാൻ പറ്റും. പക്ഷേ അവിടേക്ക് പ്രയോർ ബുക്കിംഗ് ഒക്കെ ഉണ്ട്. ഒരു 4-5 ദിവസം മുന്നേ ബുക്ക് ചെയ്യുകയൊക്കെ വേണം. അപ്പൊ നമ്മൾ കരുതി ഓക്കെ വ്യൂ പോയിന്റിൽ പോയി കണ്ടിട്ട് വരാമെന്ന്. ഓറോവില്ല എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ ഒരു ഹ്യൂമൻ യൂണിറ്റിയിലെ എക്സ്പെരിമെന്റൽ ടൗൺഷിപ്പ് കോൺസെപ്റ്റ് ആണ്. ഇത് ഹ്യൂമൻസിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ നടത്തുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. നമ്മളുടെ വെൽത്തിനും അല്ലെങ്കിൽ നമ്മളുടെ ഓരോ ട്രഡീഷൻസിനും കാര്യങ്ങളിലും ഒക്കെ അവർ ബ്രേക്ക് ചെയ്തിട്ട് പുതിയൊരു കോൺസെപ്റ്റ്, പുതിയൊരു സെറ്റ് ഓഫ് ലിവിങ് അവർ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു നമ്മൾ കുറച്ച് നടക്കുമ്പോൾ ഒരു വിസിറ്റേഴ്സ് സെന്ററിലെത്തും. ഈ വിസിറ്റേഴ്സ് സെന്ററിൽ എന്താണ് ഓറോവില്ലിന്റെ കൺസെപ്റ്റ്, എന്തിന്റെ ബേസിസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്, പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന മാതൃമന്ദിറിന്റെ ഒരു ചെറിയ മോഡൽ ഒക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ നാഷണാലിറ്റി, ജാതി, മതം, പൊളിറ്റിക്സ്, അതുപോലെ തന്നെ പണം, ഇതിന്റെ ഒന്നും ബൗണ്ടറീസ് ഇല്ലാണ്ട് ഓൾ ഓവർ ദ വേൾഡിലുള്ള ഒരു 50,000-ഓളം ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ടൗൺഷിപ്പ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ മാതൃമന്ദിറിന് വളരെയധികം സ്പിരിച്വൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു പ്ലേസ് ആണ്. ആക്ച്വലി യോഗ, മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പോകാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ടാണ്. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്തിട്ടൊക്കെ വരണം. നമുക്കത് ശരിക്കും മിസ്സായി പോയി. ഈ മാതൃമന്ദിറിന്റെ വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴിയാണിത്. 2 സൈഡിലും മരങ്ങളൊക്കെ നിറഞ്ഞ് ഭയങ്കര ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്കൊരു 1.5 കിലോമീറ്ററോളം നടക്കാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 20 മിനിറ്റ്സ് നമുക്ക് നടക്കണം. ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്കൊരു ടിക്കറ്റ് കിട്ടും. ആ ടിക്കറ്റ് ഫ്രീ ആണ്. എൻട്രി പാസ് അത് ഫ്രീ ആണ്. പക്ഷെ നമ്മൾ എൻട്രി പാസ് വാങ്ങിയിട്ടാണ് അകത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഈ ഒരു മരം കണ്ടോ? ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി ഈ ഒരു ഒറ്റ മരത്തിൽ നിന്നാണ്, ആ മരത്തിന്റെ വേരുകളിൽ നിന്നാണ് ബാക്കിയുള്ള ആ മരങ്ങളായിട്ട് നമുക്ക് തോന്നുന്നത്. ശരിക്കും അത് അതിന്റെ ഈ ഒരു വലിയ മരത്തിന്റെ വേരുകളാണ് ആ ചുറ്റും നിൽക്കുന്നത്. ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നി. കുറെ ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇവിടുന്നും കുറച്ചും കൂടി നമുക്ക് നടക്കണം ഈ വ്യൂ പോയിന്റിലേക്ക്. ശരിക്കും നമ്മൾ പോയത് നല്ല വെയിലൊക്കെ ഉള്ള സമയത്താണ്. ഈ ഓറോവില്ല വിസിറ്റ് ചെയ്യാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നവംബർ ടു മാർച്ച് ആ ഒരു സമയമാണ്. ഇത്ര വെയിലൊക്കെ കൊണ്ട് നമ്മൾ ഈ നടക്കുന്നത് ആ ഒരു വ്യൂ പോയിന്റ് മാത്രം കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതിന്റെ പിന്നിലുള്ള ഐഡിയോളജിയും അതിന്റെ ആ ഒരു ഭംഗിയൊക്കെ ആലോചിക്കുമ്പം ഈ ഒരു ട്രക്കിംഗ് നൈസായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. എനിക്കിവിടെ എത്തിയത് കാണാൻ പറ്റില്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. എപ്പോഴെങ്കിലും ഇതിന്റെ ഉള്ളിലും കയറാൻ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഇനിയുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ്. അപ്പോൾ ബൈ ബൈ.